സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിന് 35 ലക്ഷം രൂപ അനുമതി ലഭിച്ചതായി MLA അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി അറിയിച്ചു. 3 മാസങ്ങൾക്ക് മുമ്പാണ് റോഡ് ഇടിയുകയും കുടിവെള്ള പൈപ്പുകൾ തകരുകയും ചെയ്തത്. പുതിയ പാലത്തിലൂടെ ഇരുവശത്തേക്കും വാഹനങ്ങൾ തിരിച്ചുവിട്ടിരിക്കുന്നത് മൂലം ഗതാഗത കുരുക്കും രൂക്ഷമാണ്. അടിയന്തര പ്രാധാന്യത്തോടെ കത്ത് നൽകുകയും എസ്റ്റിമേറ്റ് വേഗത്തിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നെങ്കിലും അനുകൂല നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിൽ നിയമസഭാ സമ്മേളനം അവസാനിപ്പിച്ചപ്പോൾ ഈ വിഷയത്തിൽ MLA പൊതുമരാമത്ത് സെക്രട്ടറിയുടെ മുന്നിൽ സത്യാഗ്രഹം ഇരിക്കുമെന്ന നിലപാടെടുത്തു. ഇതോടുകൂടി ഭരണാനുമതി ലഭ്യമാവുകയായിരുന്നു. ടെൻഡറാക്കുന്നതിന് പ്രാദേശിക PWD ഉദ്യോഗസ്ഥർ നടപടിയെടുത്തതായി MLA അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി അറിയിച്ചു. പാലക്കാട്ട് താഴം അപ്രോച്ച് റോഡ് അതിൻ്റെ സൈഡ് ഇടിഞ്ഞു പോയിട്ട് 2-3 മാസമായി. പക്ഷേ അതിൻ്റെ നിർമ്മാണം നടത്താൻ വേണ്ടിയിട്ടുള്ള ഭരണാനുമതി ലഭ്യമായിരുന്നില്ല. അന്ന് ഡിസംബർ മാസങ്ങളിൽ നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള അനുമതി ലഭ്യമാകാത്തത്. എന്നാൽ പിന്നീട് അതിന് എസ്റ്റിമേറ്റ് എടുത്ത് കൊടുത്തെങ്കിലും 35 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് കൊടുത്തെങ്കിലും അതിൻ്റെ അക്കൗണ്ടിൽ പണമില്ലാത്തതുകൊണ്ട് അനുമതി കിട്ടിയിരുന്നില്ല. ഞാൻ ഈ കഴിഞ്ഞ ഫെബ്രുവരി 24-ാം തീയതി മന്ത്രിയുടെ ഓഫീസിൽ പോയി നേരിട്ട് മന്ത്രിയെയും സ്റ്റാഫിനെയും ചീഫ് എഞ്ചിനീയറിനെയും നേരിട്ട് പറഞ്ഞു ഇതൊരു വലിയ പ്രശ്നമാണെന്നും ഇവിടുത്തെ ഗതാഗത കുരുക്കിന് കാരണമാകുന്നുവെന്നും പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഗവൺമെൻറ് അന്ന് രാത്രി അഡീഷണൽ ആയിട്ടൊരു ഫണ്ട് നമുക്ക് AS നൽകിയുണ്ടായി. ഇന്ന് അത് ടെൻഡർ നടപടിയിലേക്ക് പോയിട്ടിരിക്കുകയാണ്. 35 ലക്ഷം രൂപയാണ് അതിനുവേണ്ടി അനുവദിച്ചിട്ടുള്ളത്. ആ സൈഡ് വാൾ പ്രൊട്ടക്ഷനാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ 1-2 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കും. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.